ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഹെയർ ബാൻഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം ബീഡ് വെച്ചിട്ടാണ് ഞാൻ ഈ കമ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വൈറ്റ് കളർ ബീഡാണ്, അതിങ്ങനെ ക്ലോസ് ആയിരിക്കും. പിന്നെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായ ഐ പിന്ന്, ഹെഡ് പിന്ന്, പിന്നെ വൈറ്റ് കളർ ബീഡ്, പിന്നെ നമ്മുടെ സൈഡ് റിങ്, പിന്നെ നമ്മുടെ ബീഡ് ക്യാപ്പ്, ഗോൾഡൻ കളർ ബീഡ് ക്യാപ്പ്, ഇതെല്ലാം വേണ്ടത്. ആദ്യം നമ്മുടെ ഈ ബീഡിനെ നമുക്കൊന്ന് ജുമുക്കയുടെ രീതിയിലേക്ക് അതൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ബീഡിന് അപ്പുറം നമുക്കതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ 2 പാർട്ടായിട്ട് പോരും. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ വിരൽ വെച്ച് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് പതുക്കെ എടുത്താൽ അത് സെപ്പറേറ്റ് ആയത് പോരും. അതവിടെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് 2 ഭാഗം. അപ്പോൾ അതിങ്ങനെ പതുക്കെ പോരും. അപ്പോൾ അതിനൊരു ജുമുക്കയുടെ രൂപം കിട്ടും. നമുക്ക് സ്റ്റഡ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷനും നമുക്കത് കിട്ടും അതിൽ നിന്ന്. അപ്പോൾ അതിൽ ഒരു വട്ടം നമുക്കതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതൊന്നെങ്കിൽ നമുക്ക് ജുംക്കയുടെ അടിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡിൻ്റെ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് ചെയ്യാം. സ്റ്റഡിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്കത് സ്റ്റഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജുംക്കയുടെ. ഞാനിവിടെ ജുംക്കയുടെ അടിയിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമുക്കത് ഒട്ടിച്ചെടുത്താൽ നമുക്ക് ശരിക്കൊരു ജുംക്ക മോഡൽ നമുക്ക് കിട്ടും. നമുക്കതിന് B7000 ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. B7000 ഗ്ലൂ വെച്ച് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡിൻ്റെ ഭാഗത്ത് അവിടെ ഒരു ഹോളുണ്ട്, അതിൽ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഐ പിന്ന് അതിൻ്റെ ബാക്ക് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് ഇടുക. അപ്പോൾ അതവിടെ പ്രസ്സായിരിക്കും. ആ ഗ്ലൂ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിയിരുന്നോളും. നന്നായിട്ട് പ്രസ്സായിട്ട് വെച്ച് നമുക്കതിനൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ടൈം നമ്മൾ അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത് നന്നായിട്ട് ഉണങ്ങും. അതിനുശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ അടുത്ത സ്റ്റഡും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഐ പിൻ അതിലൂടെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിലൂടെ നമ്മുടെ ചുമക്കയുടെ സ്റ്റഡിൻ്റെ ആ ഒരു ഫസ്റ്റ് ഭാഗം കഴിഞ്ഞു. നമുക്കത് മാറ്റി വയ്ക്കാം. അവിടെ കുറച്ച് ടൈം അവിടെ ഇരുന്ന് അതൊന്ന് ഉണങ്ങട്ടെ. അങ്ങനെ 2 സ്റ്റഡും നമ്മളവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റഡായിട്ട് മാത്രം യൂസ് ചെയ്യാം, ജുംക്കയുടെ ഒപ്പം യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ജുംക്കയുടെ ഭാഗത്തിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ സെപ്പറേറ്റ് ചെയ്ത് പോന്നിരിക്കുന്ന ആ ഒരു പോർഷൻ നമുക്കിതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമ്മുടെ ആ വൈറ്റ് പോർഷൻ നമുക്കതിലേക്ക് എടുത്ത് ശരിക്കും ഒരു പൊസിഷനിലല്ലേ നോക്കിയിട്ട് വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതൊന്ന് ശരിക്കും നോക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. 2 ജുംക്കയും നമുക്ക് ആ മോഡലിൽ തന്നെ ചെയ്തെടുക്കാം. അതും ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ടൈം എടുത്ത് അതൊന്ന് ഉണങ്ങുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ അടിയിലേക്ക് തൂക്കിയിടാനുള്ളൊരു ഞാലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് 2 അവിടെ മാറ്റി വെച്ച് അവിടെ കുറച്ച് ടൈം എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഐ പിന്നിലേക്ക് ഒരു വൈറ്റ് കളർ ബീഡിനെ എടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് ഇത്ര നീളം വേണ്ട നമുക്ക്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് പ്ലെയർ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് വളച്ച് ഒരു ഹുക്ക് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനാദ്യം തന്നെ ലെഫ്റ്റിലോട്ട് വളച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് വരെ നമുക്ക് മറിക്കാം. അപ്പോഴാണ് അതവിടെ ശരിക്കും ഒരു മോഡൽ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അതിനുശേഷം ഹെഡ് പിന്നിലൂടെ അതൊന്ന് കോർത്തതിന് ശേഷം നമുക്കത് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ജിംക്കിയുടെ ഉള്ളിലേക്കുള്ള ഞാലി റെഡി ആയിട്ടുണ്ട്. ആ ബീഡാണ് ഞാലിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മോഡലിൽ തന്നെ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഐ പിന്നിലേക്ക് ബീഡിട്ട് റെഡിയാക്കി എടുക്കാം. കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് കറക്റ്റ് ഹെഡ് പിന്നിട്ട് അതും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ജുംക്കയുടെ ഉള്ളിലൂടെ നമുക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഞാലി കോർത്തെടുക്കാം. അതതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു ബീഡ് ക്യാപ്പും ഒരു വൈറ്റ് കളർ ബീഡും ഇട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വെറുതെ ഇത് മോഡൽ ഇങ്ങനെ ആക്കിയാലും ഭംഗിയുണ്ട്. കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ഹെഡ് പിന്നിട്ടും ബീഡിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹെഡ് പിൻ ഇല്ലെങ്കിൽ ബീഡ് മാത്രം ഇട്ടായാലും ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വെറുതെ ഈ ജിംക്കിയിൽ തന്നെ അതിനെ റെഡിയാക്കി എടുക്കാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഹെഡ് പിൻ അവിടെ നിന്ന് നീങ്ങി പോവാതിരിക്കാൻ ഞാൻ പശ തേച്ചിട്ട് അതിനെ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജുംക്കയുടെ മുകൾ ഭാഗത്ത് ഇത്തിരി പശ തേച്ച് ഹെഡ് പിന്നല്ല നമ്മുടെ ബീഡ് ക്യാപ്പ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബീഡ് ക്യാപ്പിൻ്റെ മുകളിലും ചെറിയ രീതിയിൽ പശ വെച്ച്
നമ്മുടെ വൈറ്റ് കളർ ബീഡിനെയും അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ 7000 ഗ്ലൂ ആയതിനാൽ നന്നായിട്ട് ഒട്ടും, ടൈം എടുത്താലും അത് നന്നായിട്ട് ഒട്ടിയിരിക്കും അവിടെ, പിന്നെ വിട്ടു പോരില്ല. അതിനവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 2 ജിമിക്ക് നമുക്ക് ഇതേ മോഡലിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ക്യാപ്പിട്ട് ബീഡിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. B7000 ഗ്ലൂ ആണ് ഞാൻ ഹെയർ ബാൻഡിന് മേക്ക് ചെയ്യാനായാലും ജ്വല്ലറി മേക്കിങ്ങിനായാലും യൂസ് ചെയ്യുന്നത്. ബീഡിട്ട് നമുക്കതൊന്ന് സെറ്റാക്കിയെടുക്കാം. ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ, ഹാങ്ങിങ് ചെയ്ത പോലെ തന്നെ അതിനൊന്ന് വളച്ചെടുത്ത് ഒരു ഹുക്ക് പോലെ ആക്കിയെടുക്കണം. ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് വളയ്ക്കുക. അതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വളച്ച് അവിടെ ഒരു നല്ല രീതിയിലൊന്ന് വളച്ച് അവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ ഹെഡ് പിന്നെടുത്ത് അതിലൂടെ ഒന്ന് കോർത്തെടുത്താൽ നമ്മുടെ കമ്മലിവിടെ റെഡിയായി. ഫുള്ളായിട്ട് നമ്മളത് ക്ലോസ് ചെയ്യരുത്, പിന്നെ നമുക്കത് കടക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വീണ്ടും അതൊന്ന് അകത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ സ്റ്റഡിൻ്റെ പോർഷൻ അതിലൂടെ കടത്തിയതിന് ശേഷം അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹൂപ്പ് ക്രിയേറ്റ് ചെയ്തില്ല അതിൽ നമ്മുടെ സൈഡ് റിങ് കണക്ട് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ സ്റ്റഡിലേക്ക് കണക്ട് ചെയ്ത് ആ രീതിയിൽ ഉപയോഗിക്കാം. അതിലൂടെ പിന്നെ നമ്മുടെ ഈ ജുമുക്ക നമുക്ക് സ്റ്റഡ് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ ഇയർ ഹുക്ക് ഉണ്ടല്ലോ, ഗോൾഡൻ കളർ സിൽവർ കളറൊക്കെ നമുക്ക് ഇയർ ഹുക്ക് കിട്ടും. അതിലൂടെ നമുക്കിത് ജുമുക്ക മാത്രം ഹാങ് ചെയ്തിടാം. സ്റ്റഡ് ഇല്ലാതെയും നമുക്ക് ചെയ്യാം. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ജുമുക്കയുടെയും നമുക്ക് അതുപോലെ തന്നെ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. 2 മോഡൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ കടത്തിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ജുമുക്കയുടെ സ്റ്റഡിൻ്റെ ബാലൻസ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. എത്ര നീളം വേണമെന്ന് വെച്ചിട്ട്, നീളധികമായാൽ നമുക്ക് ബാക്കിൽ കുത്തിക്കൊള്ളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമായ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് രണ്ടും സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിനെ സൈഡ് റിങ് വെച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് കാണിക്കാം. സൈഡ് റിങ് എടുത്ത് അതിനൊന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ജുമുക്ക അതിലൂടെ കടത്തുക. എന്നിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റഡിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഈ സൈഡ് റിങ്ങിലൂടെ കടത്തി ബാക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മൽ റെഡിയായി. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് 2 ജുംക്കിയും ശരിയാക്കി എടുക്കാം. നമ്മുടെ സൈഡ് റിങ് വെച്ച് നമുക്ക് അടുത്ത ജുംക്കിയും ഇതേ മോഡലിൽ തന്നെ സെറ്റാക്കാം. കോൾഡാണ്, അത് കാരണം സൗണ്ട് അടഞ്ഞിരിക്കുകയാണ്. സൗണ്ട് കുറവുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇനി നമുക്ക് ഈ രീതിയിൽ 2 ജുംക്കിയും സെറ്റായി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജുമുക്കയാണ്. ഇനി നമുക്കിതിനെ ഇയർ ഹുക്ക് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ സ്റ്റഡിൻ്റെ ഭാഗം മാറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് റിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം നമ്മുടെ ഇയർ ഹുക്ക് അതിലൂടെ കടത്തി അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇയർ ഹുക്ക് വെച്ചും ഈ ജുമുക്ക തയ്യാറാക്കിയെടുക്കാം. 2 രീതിയിലും നമുക്കിതിനെ ഇടാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.